ശ്രീധരൻ, അതോടൊപ്പം തന്നെ രേണുകാസ്വാമി കൊലക്കേസിൽ കന്നഡ സൂപ്പർ താരം ദർശന് ജാമ്യം കിട്ടുന്നു. കൂട്ടുപ്രതിയായി പവിത്ര ഗൌഡയ്ക്കും ജാമ്യമുണ്ട്. 6 മാസത്തിന് ശേഷമാണല്ലേ ജയിൽ മോചിതനാകുന്നത്. ദർശൻ കേസിൽ, അതായത് രേണുകാസ്വാമി വധക്കേസിൽ ദർശന് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നു. കർണാടക ഹൈക്കോടതിയാണ് ജാമ്യം നൽകിയിരിക്കുന്നത്. ജസ്റ്റിസ് ബിശ്വജിത് ഷെട്ടിയുടെ ബെഞ്ചാണ് ജാമ്യം നൽകിയിരിക്കുന്നത്. ആര്യ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ 6 മാസമായി ഈ കേസിന്റെ നടപടികൾ മുന്നോട്ടു പോകുന്നു. ദർശനും കൂട്ടാളികളും പങ്കാളി പവിത്ര ഗൌഡയെ ഉൾപ്പെടെ ജയിലിലായിരുന്നു. ദർശൻ കഴിഞ്ഞ മാസം ദർശന് ഉപാധികളോടുകൂടി ജാമ്യം അനുവദിച്ചിരുന്നു. ആ ജാമ്യം എന്നുള്ളത് ചികിത്സയ്ക്ക് മാത്രമായിരുന്നു. അദ്ദേഹത്തിന് നടുവേദന, അതുപോലെ തന്നെ മറ്റു ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നറിയിച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് മാത്രമായിട്ട് ജാമ്യം നൽകിയത്. ഇപ്പോൾ പക്ഷേ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. കൂട്ടുപ്രതി പവിത്ര ഗൌഡയ്ക്ക്, ദർശന്റെ പങ്കാളി പവിത്ര ഗൌഡ, അതുപോലെ തന്നെ കേസിൽ ഇതുവരെ ജാമ്യം ലഭിക്കാത്ത മറ്റ് 5 പേർ, കേസിലെ മറ്റ് പ്രതിപട്ടികയിലുള്ള 5 പേർ എന്നിവർക്കും ജാമ്യം ലഭിച്ചിട്ടുണ്ട്. ദർശന്റെ രക്തസമ്മർദ്ദത്തിന്റെ അളവിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ട് എന്ന് കാണിച്ച് ജാമ്യ കാലാവധി നീട്ടാൻ നേരത്തെ അപേക്ഷ നൽകിയിരുന്നു. ഏതായാലും ഇത് നേരത്തെ കോടതി അനുവദിച്ചിരുന്നു. ഇപ്പോൾ പരിപൂർണ ജാമ്യമാണ് ദർശനും കൂട്ടാളികൾക്കും ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ വ്യവസ്ഥകൾ